വർഷം മുമ്പ് പത്രോസ് പാത്രിക്കീസ് ബ്രിട്ടീഷ് രാജ്ഞിയെ സ്വാധീനിച്ച് മലങ്കരയിൽ വന്നു. അപ്പം എന്താണ് ഇവര് എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 150 വർഷം മുമ്പ് പത്രോസ് പാത്രിക്കീസ് മലങ്കരയിലേക്ക് ഒരാൾക്ക് വരാൻ എന്തിനാണ് ബ്രിട്ടീഷ് രാജ്ഞിയെ സ്വാധീനിക്കുന്നത്? നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ മലങ്കര മെത്രാൻ മലങ്കര പള്ളിയോഗം മുളന്തുരുത്തിയിൽ വിളിച്ചു ചേർത്ത സമയം ഈ എന്തെല്ലാം ഭാവനയാണെന്ന് ഓർക്കണം. അവിടെ വന്ന പാത്രി മലങ്കര മെത്രാൻ ഭാരതീയ ആതിഥ്യ മര്യാദ കാട്ടി ആദരിച്ചു. ഇവര് പറയുന്ന ഇതാണ്, പത്രോസ് പാത്രിക്കീസ് ബാവ ബ്രിട്ടീഷ് രാജ്ഞിയെ സ്വാധീനിച്ച് മലങ്കരയിൽ വന്നു. മലങ്കരയിലോട്ട് വരുന്നതിന് വല്ല വിലക്കും വല്ലതും ഉണ്ടായിരുന്നോ? ഈ ബ്രിട്ടീഷ് രാജ്ഞിയെ സ്വാധീനിക്കുന്നതിനാണ്. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്വാധീനിച്ച് പത്രോസ് പാത്രിക്കീസ് ബാവ മലങ്കരയിൽ വന്നു. മലങ്കരയിൽ ഇങ്ങനെ നടന്നു വരികയാണ്. കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പം ഒരു യോഗം നടക്കുന്നു. ഇത് കൊള്ളാമല്ലോ. അപ്പൊ ആ യോഗത്തിലേക്ക് കയറി ചെന്നപ്പം അവിടെ മലങ്കര മെത്രാൻ എന്ത് നടത്തുകയാണ്? യോഗം നടത്തുകയാണ്. അങ്ങനെ ആർക്കും വലിഞ്ഞു കയറാവുന്ന യോഗമാണോ പള്ളി പുരുഷ യോഗം? ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവര് ആതിഥ്യ മര്യാദ കാണിച്ചു. എന്നാൽ കയറിയിരുന്നു, സാറ് കയറിയിരുന്നു. അങ്ങനെ ആര് വന്നാലും കയറ്റിയിരുത്തും. ഇതാണ് ഇവരുടെ ആതിഥ്യ മര്യാദ. ഇതിനെ വിളിക്കുന്നത് വിഷ്ഫുൾ തിങ്കിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ ചിന്തിക്കുകയാണ്, ഞാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനായിട്ട് ജനിച്ചിരുന്നേ കൊള്ളാമായിരുന്നു, ചുമ്മാ ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇവര് ചിന്തിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. പക്ഷെ സത്യത്തിൽ കഞ്ഞിക്കുഴി പിള്ളേർ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയൊന്നും അല്ല യാഥാർത്ഥ്യം. നടന്നത് ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നടന്നത് അങ്ങനെയല്ല. നടന്നത് എങ്ങനെയാണ്? മലങ്കര സഭ ആംഗ്ലിക്കൻ പിടിയിൽ അമർന്നു. പ്രൊട്ടസ്റ്റന്റ് ഉപദേശം മലങ്കര സഭയിൽ പടർന്നു. മലങ്കര സഭ നവീകരണ പ്രസ്ഥാനക്കാരുടെ കീഴിൽ ഞെരിഞ്ഞമർന്നു. അങ്ങനെ മലങ്കര സഭയുടെ ഐഡന്റിറ്റിയും സത്യവിശ്വാസവും മലങ്കരയിൽ ഇല്ലാതാകുന്നു എന്ന് കണ്ടിട്ട് ഇന്ന് പരിശുദ്ധ പരിമല തിരുമേനി എന്നറിയപ്പെടുന്ന അന്നത്തെ റമ്പാച്ചൻ ഗീവറീസ് റമ്പാൻ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയ്ക്ക് കത്തെഴുതുകയാണ്. ഈ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ മലങ്കരയിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം പരിശുദ്ധ പരിമല തിരുമേനി, അന്ന് തിരുമേനിയല്ല, പരിശുദ്ധ പരിമല തിരുമേനി റമ്പാനായിരുന്ന കാലത്ത് മലങ്കരയിലെ സഭയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് പരിമല തിരുമേനി എഴുതിയ കത്താണ് വളരെ സാഹസികമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ആ യാത്രയ്ക്ക് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയെ പ്രേരിപ്പിച്ചത്. അന്ന് അവിടെ നിന്ന് വിട്ടുപോരാൻ വളരെ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അവിടെ സിറിയൻ ഗവൺമെന്റിന്റെ അനുമതി രാജ്യം വിട്ടുപോകാൻ മേടിക്കണമായിരുന്നു. അങ്ങനെ ബ്രിട്ടനിൽ ചെന്ന് ഇവിടെ പ്രതികൂലമായിട്ടുള്ള കൽപ്പനകളെ തിരുത്തുവാനുള്ള റോയൽ ഓർഡർ രാജ്ഞിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമായിരുന്നു. കാരണം ഇവിടെ അത്താനാസിയോസിന്റെ നേതൃത്വത്തിൽ നവീകരണ പ്രസ്ഥാനക്കാര് മലങ്കര സഭയെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ സഭയെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി രാജ്ഞിയുടെ കൽപ്പനയുമായിട്ടാണ് പത്രോസ് പാത്രിയർക്കീസ് ബാവ വരുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനെയാണ് അവർ വളരെ വളരെ നിസ്സാരമായിട്ട് രാജ്ഞിയുടെ കത്തുമായിട്ട് വന്നു എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ, നിസ്സാരമായിട്ട് കളിയാക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. രാജ്ഞിയുടെ കൽപ്പനയുമായിട്ട് പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ വന്ന് രാജകീയ വിളംബരത്തെ റദ്ദ് ചെയ്യിക്കുകയാണ്. രാജകീയ വിളംബരം ഇവിടെ പാലക്കുന്ന് അത്താനാസിയോസിന് മലങ്കര സഭയുടെ പള്ളികളിൽ മുഴുവൻ ഉള്ള അധികാര അവകാശങ്ങൾ കൽപ്പന മൂലം കിട്ടിയിരിക്കുന്നതാണ്. ആ കൽപ്പനയെ റദ്ദ് ചെയ്യിക്കുവാൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൽപ്പനയുമായിട്ട് പാത്രിയർക്കീസ് ബാവ വന്നിട്ടാണ് അത് സാധ്യതമാക്കിയത്. അല്ലാതെ ഇവിടെ മലങ്കരയിൽ ഒരു മനുഷ്യനും ഒന്നും പ്രതികരിക്കുവാനോ ഒന്നും പ്രവർത്തിക്കുവാനോ സാധിക്കാതിരുന്ന കാലത്താണ് ഈ വലിയ കാര്യം അദ്ദേഹം സാധിച്ചെടുത്തത്.
ഈ കഞ്ഞിക്കുഴിയിലെ പിള്ളേര് ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. ചരിത്രം അറിയാതെ കിടന്ന് വല്ലാതെ കരയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നോക്ക്, ഇത് കണ്ടനാട് ഗ്രന്ഥാവലി ആണ് വായിക്കുന്നത്. തിരുവെഴുത്തു വിളംബരം പിൻവലിച്ച തീട്ടൂരം. വിളംബരത്തിന്റെ പകർപ്പ് ഗസറ്റിൽ കണ്ടതാവിത്. തിരുവിതാംകോട് ഗസറ്റ് 46 രായസം ശ്രീ പത്മനാഭദാസി വഞ്ചി ബാലരാമവർമ്മ കുലശേഖര കിരീടപതി മന്നൈ സുൽത്താൻ മഹാരാജരാജ രാമരാജ ബഹദൂർ ജംഗനൈറ്റ് ഗ്രാൻഡ് കമാൻഡ് ഓഫ് ദി മോസ്റ്റ് എക്സോൾട്ടഡ് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ മഹാരാജാവ് അവർകൾ സകലമാനവർക്കും പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം. അന്റിയോക്കിൽ നിന്നും എഴുത്തു വന്നതുകൊണ്ട് മാർ അത്താനാസ്യോസിനെ സിറിയൻ പള്ളിയിൽ മെത്രാൻ സ്ഥാനത്തിലേക്ക് നിയമിച്ചിട്ടുള്ളതായി 1027 കർക്കിടക മാസം 15 ഉണ്ടായ വിളംബരത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും ആന്റിയോക്കിലെ ഇപ്പോഴത്തെ പാത്രിയാർക്കോ പാത്രിയാർക്കിന്റെ പൂർവികനോ മേൽപ്പറഞ്ഞ മാർ അത്താനാസ്യോസിനെ സ്ഥാനത്തിൽ നിന്ന് മാറ്റി മറ്റൊരു മെത്രാനെ നിയമിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നതായി അറിയുന്നത് കൊണ്ടും ഇതിൽ സംബന്ധമുള്ള സകലമാന പേരെയും ഇതിനാൽ അറിയപ്പെടുത്തുന്നത് എന്തെന്നാൽ ഏതെങ്കിലും പള്ളികളുടെയോ അവയിൽ ചേർന്നിട്ടുള്ള വസ്തുവിന്റെ ഉടമസ്ഥതയോ അവയിലേക്കുള്ള അവകാശങ്ങളെയോ അല്ലെങ്കിൽ തൽസംബന്ധികളായ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയോ മാറ്റുകയോ ചെയ്യേണ്ടതിലേക്കുള്ള അധികാരത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും വ്യവഹാരങ്ങളെ സാധാരണ കോടതികളിൽ എടുത്തു വിസ്തരിച്ച് തീർച്ചപ്പെടുത്തുന്നതിലേക്ക് മുമ്പിലുണ്ടായ വിളംബരം ഒരു പ്രകാരനെയും ബാധകമാണെന്ന് വിചാരിച്ചു പോകരുതാത്തതാകുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വാദിക്കുന്നത് പോലെ ഒരു മെത്രാനെ മാറ്റുകയും മറ്റൊരാളെ നിയമിക്കുകയും ചെയ്യുന്നതിൽ വെച്ച് ഉത്ഭവിക്കാവുന്ന മറ്റു വല്ല തർക്കങ്ങളിലും സർക്കാരിൽ നിന്നും അക്രമം നടക്കാതെ സമാധാനത്തെ രക്ഷിക്കുന്നതിന് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. കാലക്രമേണ ഇപ്പോൾ ഭേദപ്പെട്ടു പോയിട്ടുള്ളവയായ ഓരോ സമയങ്ങളിലും ഓരോ സംഗതിവശാലും ഉണ്ടായിട്ടുള്ള വിളംബരങ്ങളാൽ സിറിയൻ പള്ളിയിൽ ഓരോ സ്ഥാന നിയമങ്ങളെക്കുറിച്ച് സർക്കാരിലേക്കുള്ളതായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നതായി തോന്നുന്ന എല്ലാ സംബന്ധത്തെയും ഇപ്പോൾ മുതൽക്ക് ഒഴിച്ചു കളയുന്നതാകുന്നു. എല്ലാ കമ്മിറ്റിക്കാരും ഈ രാജ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കോടതി മുഖാന്തരേണ തങ്ങൾക്ക് അർഹങ്ങളായി തോന്നുന്ന സങ്കട നിവൃത്തികൾ വരുത്തിക്കൊള്ളേണ്ടതാകുന്നു എന്ന് എല്ലാവരെയും സ്പഷ്ടമായി തെര്യപ്പെടുത്തിക്കൊള്ളുന്നു. ഈ മുട്ടമ്പലത്തെ പിള്ളേർക്ക് മനസ്സിലായോ? ഇത് കുന്നംകുളത്ത് നിന്ന് പുലിക്കോട്ടിൽ മെത്രാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. സിറിയൻ പള്ളികൾ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആന്റിയോക്കിലെ പാത്രിയർക്കീസ് ആണെന്നും പാത്രിയർക്കീസ് അവ നേരിട്ട് വന്നിട്ടുണ്ട്, ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ കൽപ്പനയുമുണ്ട്. അതുകൊണ്ടാണ് പാലക്കുന്നത്ത് അത്താനാസ്യോസിന്റെ പിടിയിൽ നിന്ന് മലങ്കരയിലെ പള്ളികളും സ്വത്തുക്കളും വിമോചിക്കപ്പെട്ടത്. അങ്ങനെ പാത്രിയർക്കീസുമാവ പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസുമാവ 1 വർഷം കേരളത്തിൽ താമസിച്ചു. പള്ളികളെയും സ്വത്തുക്കളെയും വിമോചിപ്പിച്ചു. അങ്ങനെ പള്ളികളെയും സ്വത്തുക്കളെയും വിമോചിപ്പിച്ച് സത്യവിശ്വാസത്തെ ഉറപ്പിച്ച് മുൻപോട്ടു പോകുന്ന ആ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസുമാവ 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മലങ്കരയിലെ പള്ളി ക്രമീകരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിളിച്ചു ചേർത്ത ഒരു സുന്നോദോസാണ് മുളന്തുരുത്തി സുന്നോദോസ്. അതിന് ഈ നുണ പറഞ്ഞ് നടക്കുന്ന, അതായത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന ആളുകള് നുണ മാത്രമാണ് പറയുന്നത്. നുണയിൽ ജനിച്ച് നുണ ഭക്ഷിച്ച് നുണ വിസർജിച്ച് നുണയിൽ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ. അതുകൊണ്ട് ആ കാര്യവും കൂടെ നമുക്ക് ഒന്ന് കാണിക്കാം. കാരണം ഇവർ നുണ പറയുന്നവരായതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് എടുത്തു വെക്കുന്നത്. നോക്കിക്കൂ. സർവവല്ലഭനായി ആദ്യന്തമില്ലാത്തവനും കാതൽത്തം നീങ്ങപ്പെട്ടതുമായ നിത്യന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ശ്ലീഹായി കിടത്ത സിംഹാസനത്തിൽ വാഴുന്ന 3ാമത്തെ പത്രോസ് എന്ന ഇഗ്നാത്യോസ് പാത്രിയർക്കീസ്, വാഴ്ത്തപ്പെട്ട കണ്ടനാട് ഇടവകയിൽ സ്നേഹിക്കപ്പെട്ട പട്ടക്കാരും ശമാശന്മാരും അനുഗ്രഹിക്കപ്പെട്ട ജനമൊക്കെയുമായി അരൂപിക്കടുത്ത് നമ്മുടെ മക്കളുടെ നിറുകമേൽ ദൈവികത്തിനടുത്ത കൃപയും ആകാശത്തിനടുത്ത വാഴ്വും വന്ന് ആവസിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവിന്റെ വാഴ്വ് അവരുടെ മേലും അവരുടെ വീടുകൾ മേലും മക്കളുടെ മേലും അവർക്കുള്ള സകലത്തിന്മേലും വസിക്കുമാറാകട്ടെ. അത് ദൈവത്തെ പ്രസവിച്ച് മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമീൻ. വീണ്ടും നിങ്ങളുടെ ഉപവിയോട് നാം അറിയിക്കുന്നു, നിങ്ങളുടെ പക്കൽ ഈ രാജ്യത്തിലേക്ക് നാം വന്നെത്തിയിട്ട് ഇപ്പോഴത്തേക്ക് 1 വർഷത്തോളം ആയിരിക്കുന്നു. ഇവർ പറഞ്ഞ തന്നെ
വഴിയെ നടന്നു പോയപ്പോ ഒരു മീറ്റിംഗ് നടക്കുന്ന കണ്ടോണ്ട് എത്തി നോക്കുക. നോക്കിക്കൂ, ഇതിനിടയിൽ നിങ്ങളെ വിളിച്ചുകൂട്ടി ഒരു സുന്നോദോസിനായി കൂടി ആത്മസംബന്ധമായ കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് സംസാരിപ്പാൻ നമുക്ക് സമയമുണ്ടാകാതെ തീർന്നു പോയതിൽ നാം അത്യന്തം ദുഃഖിക്കുന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങളോട് നാം അറിയിക്കുന്ന എന്തെന്നാൽ, വാഴ്വിന്റെ ഈ കുറി നിങ്ങളുടെ കൈകൾക്ക് വാക്യമായിരിക്കാം. നിങ്ങളുടെ കൈകൾക്ക് എത്തുന്ന നേരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കും. എത്തുന്ന നേരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സുന്നോദോസിന് മുമ്പാകെ പറവാൻ സത്യവും വിശ്വസ്തതയും ഉള്ളവരായി നിങ്ങളിൽ നിന്നൊരു കശീശയെയും 2 പ്രമാണികളെയും തിരഞ്ഞെടുക്കുകയും സുന്നോദോസിൽ ഉറക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ആലോചന അവരെ ഭരമേൽപ്പിച്ച് അയക്കുകയും വേണം. പൊതുവിൽ നമ്മുടെ സഭയുടെ ആത്മീയ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ഉറപ്പാൻ വേണ്ടിയുള്ള ഈ സുന്നോദോസ് മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വാഴ്ത്തപ്പെട്ട മുളന്തുരുത്തി പള്ളിയിൽ ആകൊണ്ട് ഈ വരുന്ന മിഥുനമാസം 15-ാം തീയതി നമ്മുടെ മുമ്പാകെ വന്നു ചേർന്നുകൊള്ളുകയും വേണം. ദൈവകൃപ കൊണ്ട് കൂടപ്പെടുന്ന ഈ സുന്നോദോസിന്റെ ആലോചനയിൽ വെച്ച് നമ്മുടെ സഭയിലുള്ള സകല കലഹങ്ങളും ഭിന്നതകളും നീങ്ങി നമ്മുടെ ജനത്തിന്റെ ഇടയിൽ നല്ല സമാധാനം നൽകി തെരുമാറാകട്ടെ. യാതൊരു തർക്കത്തിനും വഴക്കിനും നിങ്ങൾ പ്രവേശിക്കുകയും അരുത്. എന്റെ നാമത്തിൽ 2-3 പേർ കൂടപ്പെടുന്ന ഇടത്ത് അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള കൽപ്പിച്ചിട്ടുള്ള വാഗ്ദത്തം ദൈവം നമ്മോടുകൂടെ തികപ്പാനുമായിട്ട് ഈ സുന്നോദോസ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ കൂടപ്പെടുവാൻ ദൈവത്തിൽ നാം ഇച്ഛിച്ചിരിക്കുന്നു. മുമ്പിലത്തെ കാലങ്ങളിൽ ആത്മീയ സുന്നോദോസ് കൂടപ്പെട്ട സമയം പരിശുദ്ധാത്മാവ് പ്രസിദ്ധമായി അവരിൽ സംസാരിച്ചതുപോലെ നമ്മളും വിരുദ്ധം കൂടാതെ ആലോചിക്കപ്പെടുമെങ്കിൽ അപ്രകാരം തന്നെ അവരിൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയും സംസാരിക്കുമെന്ന് ദൈവത്തിൽ നല്ല ശരണം നമുക്കുമുണ്ട്. നിങ്ങളുടെ ജ്ഞാനത്തിന് ഇപ്പോൾ ഇത് മതിയാകുന്നു. ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. നിങ്ങളുടെ ജ്ഞാനത്തിന് ഇപ്പോൾ ഇത് മതിയാകുന്നു. ദൈവത്തിന്റെ കൃപയും വാഴ്വും നിങ്ങളുടെ മേൽ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ. എന്ന് 1876 ഇടവമാസം 22-ാം തീയതി കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്നും പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ കൽപ്പന അയച്ചു. അതിന്റെ താഴെ പറയുന്നുണ്ട്, ഇപ്രകാരം കൽപ്പന എല്ലാ ഇടവകകളിലേക്കും നാം അയച്ചിട്ടുണ്ട്, കോപ്പി പോയിട്ടുണ്ട്. അങ്ങനെ മലങ്കരയിലെ എല്ലാ പള്ളികൾക്കും സുന്നോദോസ് വിളിച്ച് ചേർക്കുന്നു എന്നുള്ള കൽപ്പന അയച്ചത് മുതൽ ആ സുന്നോദോസ് തീരുന്നവരെ മുഴുവൻ കാര്യങ്ങളും ചെയ്തത് പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയാണ്. പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയെ മലങ്കരയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ച ഗീവറീസ് റംബാൻ ആണ് എല്ലാ കാര്യങ്ങളിലും ഉത്സാഹിച്ച് ബാവയുടെ കൂടെ നിന്നത്. അദ്ദേഹമാണ് ഈ സുന്നോദോസിന്റെ പ്രധാന ചുമതലക്കാരനും സംഘാടകനും പരിശുദ്ധനായ പരിമല തിരുമേനിയായിരുന്നു. അതിനെയും ഇവർ പരിഹസിക്കുന്നുണ്ട്.